നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്രത്യേകമായി സ്ഥിരമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന നമ്പറുകളിൽ നിന്ന് ഒരെണ്ണം ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഏത് നമ്പറാണ് സർ? മുജീബ്. ഉവ്വ് സർ, അങ്ങനെ ഒരുത്തനുണ്ട്. അവനെ പൊക്കണം എത്രയും പെട്ടെന്ന് സർ. ഇനി അങ്ങോട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ദിയെ. മിക്കവാറും കാര്യങ്ങളൊക്കെ കൈവിട്ട് കഴിഞ്ഞു. അങ്ങനെ കൈവിട്ടു പോകാൻ എന്താ പുതിയതായിട്ടുണ്ടായത്? ACP ഒന്ന് ചാർജ് എടുത്തു. കേസന്വേഷണത്തിൽ എനിക്കുണ്ടായിരുന്ന സകല സ്വാതന്ത്ര്യങ്ങളും ഇതോടെ തീർന്നു. ആജ്ഞയ്ക്കൊത്ത് ചലിക്കുന്ന പാവങ്ങളെ പോലെയാണിപ്പോ. സിഐയുടെ കാര്യവും ഇതുപോലെയൊക്കെ തന്നെയാണ്. ACP ചാർജ് എടുത്തോന്ന് കരുതി മനസ്സും ചിന്തകളും ഒന്നും അടിയറവ് വെച്ചിട്ടില്ലല്ലോ. SI ഇപ്പോഴും SI തന്നെയല്ലേ? സുഗുണപാലൻ എന്ന പേരിനും മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ പ്രവൃത്തികളിലും മാറ്റമൊന്നും വരേണ്ട കാര്യമില്ല. ചാർജ് എടുക്കാൻ വന്ന ദിവസം തന്നെ അയാൾ എന്നെ ശക്തമായിട്ടൊന്ന് വിരട്ടി. എന്നെ സസ്പെൻഡ് ചെയ്യുമെന്ന് കരുതിയതാ. പക്ഷേ അതുണ്ടായില്ല. എന്തായിരുന്നു കാരണം? ദിയയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യത്തിലാ. നന്ദിതയുടെ ഫാദറിൻലോയെ വഴിയെ കണ്ടപ്പോ ഞാൻ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു. നീരജയുടെ ഒളിവിടം എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. ഞാനൊരു അടി വെച്ചു കൊടുക്കാൻ കൈ ഓങ്ങിയതാ.